അസ്സലാമലൈക്കും. ജമാൽ കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ 35 വർഷമായ ഷെഫാണ്. 14 രാജ്യത്ത് ജോലി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ടിക്ടോക്കിലും ഒക്കെ വീഡിയോ ഇടുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം ഇടുന്നില്ല, അതിന് നോക്കാൻ സമയമില്ല, അതുകൊണ്ടാണ്. അപ്പം നമ്മൾ ഗർഭിണിയായി കഴിഞ്ഞാൽ ജാഫ്രാൻ നോക്കി കിടക്കും, അല്ലെങ്കിൽ ഗൾഫിൽ വിളിച്ചു വരും ജാഫ്രാൻ കൊടുത്തേക്കണേന്ന് പറയും. അതിനെ കൊണ്ടൊന്നും ഒരു കാര്യമില്ല. ജാഫ്രാൻ നമ്മളെല്ലാം ഭക്ഷണത്തിലും ഇടുന്നത്, ദോശയിലിടുക, ഇഡ്ഡലിയിലിടുക, എന്തിലും ഇടുക, മനസ്സിലായോ? അറബിയുടെ എല്ലാ ഭക്ഷണത്തിലും, ബിരിയാണിൻ്റെ അകത്തിടുക, മജ്ബൂസിലിടുക, എല്ലാത്തിലും ഇടുക. പക്ഷെ അത് നമ്മൾ ഉപയോഗിക്കുന്നില്ല. അത് ഏത് പൈസക്കാരനും നമ്മൾ കുറച്ചേ കൊണ്ടുവരും, അത് തീർന്നു. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലതാണ് ആരോഗ്യത്തിന്. ചില ആൾക്കാർക്ക് അത് പറ്റുകയില്ല. അപ്പോൾ നമ്മൾ ഗർഭിണിയായി കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ പച്ചക്കറി ഉൾപ്പെടുത്തുക ഇതിനകത്ത്, ഭക്ഷണത്തിൻ്റെ അകത്ത്. വെറും ബീഫും മട്ടനും തിന്നാണ്ട് പച്ചക്കറി നന്നായിട്ട് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ കുട്ടി നല്ല വെള്ള നിറം ഉണ്ടാവും. അത് 100% ഉറപ്പാണ്. ഇനി പ്രസവിച്ചിട്ട് കുട്ടി വെളുപ്പില്ലെങ്കിൽ എനിക്കെന്നേക്ക് ഞാൻ എടുത്തോളൂ. ഇന്നത്തിരിയേ പറയാനുള്ളൂ. പച്ചക്കറി നമ്മൾ ദിവസവും കഴിക്കണം. നമ്മൾ ഗർഭിണികൾ മാത്രമല്ല, നമ്മളെല്ലാവരും കഴിക്കണം പച്ചക്കറി. നമ്മൾ പച്ചക്കറിയിൽ അത് വളരെ ബേക്കോട്ടാണ്, അതുകൊണ്ടാണ് നമുക്ക് രോഗം വരുന്നത്, മനസ്സിലായോ? അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, പച്ചക്കറി നന്നായിട്ട് ഉരുളക്കിഴങ്ങ്, അതുപോലെ പംകിൻ, അതുപോലെ പല പച്ചക്കറികളുണ്ടല്ലോ. പച്ചക്കറി എന്നെ രാവിലെ പച്ചക്കറി എന്നെ ആയിക്കോട്ടെ, കറിയുടെ അകത്ത് പച്ചക്കറി കറി തന്നെ വെക്കുക. ഇത് എപ്പം നോക്കിയാലും മീൻകറി, ആ മുളയാറ്. അപ്പോൾ പച്ചക്കറി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. കുറച്ച് എല്ലാം വെട്ടിയിട്ടിട്ട് എന്ത് ചെയ്യുക, എല്ലാം റെഡിയാക്കിയാണ് വെക്കുക. എന്നിട്ട് കുറച്ച് ഒലിവ് ഒഴിക്കുക, ലേശം ബട്ടർ ഇടുക. എന്നിട്ട് അതിൻ്റെ അകത്ത് ഗാർലിക് ഇടുക. ഗാർലിക് ഇട്ടിട്ട് നല്ല ചോപ്പ് ചെയ്ത ഗാർലിക്ക്. എന്നിട്ട് എന്ത് ചെയ്യുക, അതിലേക്ക് കുറച്ച് ഉള്ളിയും തക്കാളിയും ഇട്ടിട്ട് ഇതങ്ങ് ഇടുക. എന്നിട്ട് പച്ചക്കറി ചെറിയ തീയിൽ ബന്ധോട്ടെ, ലേശം മസാല ഇടുക, കുരുമുളകും മഞ്ഞപ്പൊടിയും, വേറെ ഒന്നും വേണ്ട. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് വെക്കുന്നത്. ഓക്കെ.